നമസ്കാരം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ നടന്ന കലാപത്തിന്റെ തീവ്രത വലുതായിരുന്നു. അത് വ്യക്തമാക്കുന്ന നിരവധി വീഡിയോകൾ സമൂഹ മാധ്യമത്തിൽ ശരവേഗത്തിലാണ് പ്രചരിച്ചിരുന്നത്. അതിന്റെയൊക്കെ തന്നെ വളരെ കൃത്യമായ വാർത്തകൾ തത്വമൈ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാജി അബ്ദുൾ മാലിക്കും മകനും ഉൾപ്പെടെ 9 പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ കോടതി ഉത്തരവിട്ടു. ഹൽദ്വാനി സിവിൽ കോടതിയുടേതാണ് ഉത്തരവ്. എല്ലാ പ്രതികൾക്കെതിരെയും CRPC സെഷൻ 83, 82 പ്രകാരം നടപടിയെടുക്കുവാനും കോടതി പോലീസിന് അനുമതി നൽകി. 9 പ്രതികൾക്കെതിരെയും സിവിൽ കോടതി ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുഖ്യ ആസൂത്രകനായ ഹാജി അബ്ദുൾ മാലിക്കിന്റെ 2.44 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള നടപടികൾ ഹൽദ്വാനി മുനിസിപ്പൽ കോർപ്പറേഷനും ആരംഭിച്ചിരുന്നു. സർക്കാരിനുണ്ടായ നഷ്ടം പരിഹരിക്കാനാണ് സ്വത്ത് പിടിച്ചെടുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 8 ഹൽദ്വാനിയിലെ അനധികൃത മസ്ജിദ് നീക്കം ചെയ്യുന്നതിനിടെ ഒരു കൂട്ടം ഇസ്ലാമിക മതമൗലികവാദികൾ പോലീസിനെ ആക്രമിച്ചിരുന്നു. 100 കണക്കിന് പോലീസുകാർക്കാണ് ആക്രമണകാരികളുടെ അഴിഞ്ഞാട്ടത്തിൽ പരിക്കേറ്റത്. കലാപവുമായി ബന്ധപ്പെട്ട് 30ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിടിയിലായവരിൽ നിന്ന് നിരവധി ആയുധങ്ങളും വെടിയുണ്ടകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.